ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അഭിജിത്ത് മുഹൂർത്തം. എന്താണ് അഭിജിത്ത് മുഹൂർത്തം? ചില ദിവസങ്ങളിൽ മുഹൂർത്തം കിട്ടാതെ വരുന്നു. പക്ഷേ നമുക്ക് ഒരു നല്ല ഫംഗ്ഷനോ എന്തെങ്കിലും ആ ദിവസം ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ദിവസം തന്നെ എടുക്കുകയും വേണം. അപ്പോൾ എന്താ ചെയ്യുക? അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നു. അങ്ങനെയുള്ള കേസുകളിൽ ഈ മുഹൂർത്തം ഉപകാരപ്രദമാണ്. ഈ മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്തം എന്നുദ്ദേശിക്കുന്നത് സൂര്യോദയ സമയം, രാവിലെ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് ആ സമയം കറക്റ്റായി എടുക്കുക. ഉദാഹരണത്തിന് സൂര്യൻ ഉദിക്കുന്നത് 6:24 6:24 AM സൂര്യൻ ഉദിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ സമയത്തിൻ്റെ കൂടെ 5 മണിക്കൂർ 36 മിനിറ്റ് ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പോൾ 6:24 കൂടെ 5 മണിക്കൂർ 36 മിനിറ്റ് കൂട്ടുമ്പോൾ 12 മണി, കറക്റ്റ് 12 മണി, ഉച്ചയ്ക്ക് 12 മണി കിട്ടും. അപ്പോൾ 6:26 സൂര്യൻ ഉദിച്ചെങ്കിലോ 12 മണി 2 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കൂട്ടുക. ആ കിട്ടുന്ന സമയം, ആ 12 മണി, ആ സമയത്തിൻ്റെ കൂടെ 48 മിനിറ്റ് കൂട്ടുക. ആ 48 മിനിറ്റ്, 12 മണി മുതൽ 48 മിനിറ്റാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ദുഷ്ടമുഹൂർത്തം 4 മിനിറ്റ്, തൂലിക എന്ന് പറയുന്ന 4 മിനിറ്റ് വരുന്നുണ്ട്. ആ സമയം ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി സമയം നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് അഭിജിത്ത് മുഹൂർത്തം. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ദോഷം ഇല്ലാത്തത്? ഇത് ഭഗവാൻ വിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് എല്ലാ ദോഷത്തെയും മറച്ചു വെക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. അഭിജിത്ത് നാമ മധ്യാഹ്നേ മുഹൂർത്തോ വൈഷ്ണവ സ്മൃത ഭഗവാൻ ചക്രമാതായ സർവദോഷോ വ്യബോഹതു, ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാ ദോഷവും ആ സമയത്ത് ഇല്ലായ്മ ചെയ്യുന്നു. അപ്പോൾ ഈ മുഹൂർത്തം കിട്ടാതെ വരുന്ന വേളയിൽ അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഐശ്വര്യവും നന്മയും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.